മനുഷ്യന് ഇങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുവേട്ടാ? സമ്പത്തിന് വേണ്ടിയാ ആൾക്കാർ പലപ്പോഴും യുദ്ധം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാ ജീവിക്കുന്നത് പലരും. ആ കൂട്ടത്തിൽ പെട്ടവരല്ല അവരൊക്കെയെന്ന് ഞാൻ കരുതി. അത് എനിക്ക് പറ്റിയ തെറ്റാ. ഞാൻ ഒരുപാട് തവണ ഏട്ടനോട് പറഞ്ഞല്ലോ, വിശ്വാസവഞ്ചനയ്ക്ക് ഏട്ടന് കേസ് കൊടുക്കാന്ന്. ഏട്ടന് ഇങ്ങനൊരു വൈകല്യം ഉള്ളതുകൊണ്ട് കോടതി ഏട്ടനോടൊപ്പം നിൽക്കും. പിന്നെ എന്താ ഒരു കേസ് ഫയൽ ചെയ്താ? കണ്ണേട്ടന് നിയമം അറിയാവുന്ന കൂട്ടത്തിലല്ലേ? അങ്ങനെ കേസ് കൊടുത്താൽ അത് ബലക്കത്തിലുണ്ണി. എന്തുകൊണ്ടാ ബലക്കാത്തത്? കണ്ണേട്ടനാണ് അവൾക്ക് സ്വത്തിന്റെ പകുതി ഭാഗം എഴുതി കൊടുത്തത്. അതിന് തെളിവുകളുണ്ടല്ലോ. ആ തെളിവുകളൊന്നും കോടതി മുഖവിലേക്ക് എടുക്കത്തില്ല. ആർക്ക് എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തത് തന്നെയാ. അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെല്ലാം എഴുതി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാലോ? ബലമായിട്ട് ഒപ്പിടിച്ചതാണെന്ന് പറഞ്ഞാലോ? അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇതൊക്കെ കോടതിയിൽ കേസും വഴക്കുമൊക്കെ ആയി പോയാ അതിലൊക്കെ വിധി വരാൻ വർഷങ്ങളെടുക്കും. ഈ രീതിയിലാണ് പോക്കെങ്കിലേ ഇനി ഒരു ഒറ്റ മാർഗേ ഉള്ളൂ. മഹാലക്ഷ്മിയെ തട്ടിക്കളയാ. അതിന് എനിക്കൊപ്പം നിൽക്കാൻ കണ്ടേണ്ട പറ്റുമോ? നീ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. നാളെ മുതൽ എനിക്ക് ക്യാബിനിലേക്ക് വരാൻ പറ്റില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ നിയമപരമായി അവർ നേരിടും. പിന്നെ പോലീസ് വരും, ബലപ്രയോഗം നടത്തും. എന്തിനാടാ അതൊക്കെ? ശരിയാണ് കണ്ണേട്ടാ, ഞങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവരായതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വാങ്ങാതിരുന്നത്. അതിനൊക്കെ നേരത്തെ പറ്റുമായിരുന്നു. കണ്ണേട്ടൻ എഴുതി തരികയും ചെയ്യായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരുത്തി കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നും ഇതുപോലെയെല്ലാം മൊത്തത്തിൽ വിഴുങ്ങാൻ നോക്കുമെന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ലല്ലോ. കണ്ണേട്ടൻ അവിടെ വഴക്കുണ്ടാക്കാനായിട്ടാണ് വന്നതെങ്കിൽ പിന്നെ എന്തിനാണ് കാറ് ദൂരെയിട്ടത്? അതിലെന്തോ ദുരൂഹതയുണ്ടല്ലോ. കുറെ ആയല്ലോ സാറേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കിലോ ആപ്പിൾ വേണമായിരുന്നു. ശരി. കണ്ണേട്ടൻ ഇങ്ങോട്ടേക്ക് ഫ്രൂട്ട്സ് വാങ്ങാനോ മറ്റോ വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരും. ഇവിടുത്തെ ഫ്രൂട്ട്സ് സാറിന് വലിയ ഇഷ്ടമാണല്ലോ. ഇന്നും വന്നായിരുന്നു. എന്നിട്ട് ഇവിടെയുള്ള മിക്ക ഫ്രൂട്ട്സും വാങ്ങിച്ചോണ്ടാ പോയത്. ഓ, എല്ലാം വാങ്ങിയായിരുന്നോ? എല്ലാം ഓരോ കിലോ വെച്ച് വാങ്ങിക്കൊണ്ടാ പോയത്. അത് സാർ അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. അത് ചിലപ്പോൾ വീട്ടിലേക്കായിരിക്കില്ല വാങ്ങിച്ചത്. ഏതെങ്കിലും ഫ്രണ്ട്സിനോ മറ്റോ കൊടുക്കാനായിരിക്കും. അങ്ങനെ ഏതാണ്ടാ പറഞ്ഞത്. ആപ്പിൾ മാത്രം മതിയോ സാറേ? തൽക്കാലം അത് മതി. ഞാൻ ചിന്തിച്ചത് ശരിയായി. അയാൾ ഇവിടെ വന്ന് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടായിരിക്കണം അനന്തുവിന്റെ വീട്ടിലേക്ക് പോയത്. ഇനി ഇതിന്റെ അവസാനം കണ്ടെത്തിയേ പറ്റൂ. സാറേ, നല്ല ഓറഞ്ചും അരിയില്ലാത്ത മുന്തിരിയൊക്കെ ഉള്ളത്. ഓരോ കിലോ വെച്ച് എടുക്കട്ടെ? അതൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. എത്രയായി? 240. ഇവിടെ വന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ കേട്ടോ. ഇതൊക്കെ മായൊന്നും കലരാത്ത ഫ്രൂട്ട്സാ. ഇത്തിരി മായം കലരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പല മനുഷ്യരുടെ ഉള്ളിൽ അതേ ഉള്ളൂ, മായം. അയാൾ എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിയത് വീട്ടിലേക്കല്ല. പിന്നെ അത് ഉറപ്പായിട്ടും ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കേണ്ടവർക്ക് തന്നെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്.
അതും ഈ കടയിലുള്ള സകല ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് അയാൾ പോയത്. ഇത് വല്ലാത്തൊരു തേപ്പാണെങ്കിൽ കൂടുതൽ തേയുന്നതിന് മുൻപ് എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ.